ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ സാധനം രേണുസുധിയുടെ പുതിയൊരു വീഡിയോ 5 മിനിറ്റ് 37 സെക്കൻഡ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരെ കുരു പൊട്ടിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രേണുസുധി കുറേ ധിക്കാര വർത്താനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ധിക്കാര വർത്താനങ്ങളാണ് രേണുസുധി ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇത് എന്താണ് പ്രസ് മലയാളം TV ഉള്ളതാണ്. രാഗം രാധാകൃഷ്ണൻ്റെ ചോദ്യങ്ങളെ പൊളിച്ചെടുക്കി രേണുസുധി. അതായത് രേണുസുധീനെ കുറേ കാലമായിട്ട് അറിയാവുന്ന ഒരു ചങ്ങായിയാണ് ഈ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പര് പറയാണ്, മുമ്പത്തെ രേണുസുധി അല്ല ഇപ്പോഴത്തെ രേണുസുധി ഒരുപാട് മാറ്റണമെന്നുണ്ടല്ലോ, എന്താണ് കാരണം? കൊല്ലസുധിയുടെ മറവിലാണോ രേണുസുധി ആളാവാൻ നോക്കുന്നത്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ രേണുസുധി എന്താണോ അതിൻ്റെ മറുപടി പറയുന്നത് നോക്കട്ടാ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. അങ്ങനെ ഉണ്ടോ? രേണുസുധി കൊല്ലസുധിയുടെ തണലിലാണോ ജീവിക്കുന്നതെന്നാണ്. അപ്പോൾ രേണുസുധി മറുപടി പറയുന്നത്, കൊല്ലസുധി ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് മൂപ്പരെ തണലിൽ നിൽക്കുന്നതാണ്. അതല്ലേ പറഞ്ഞ സൂചന മരിച്ചുപോയി, ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ ആരുടെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല, കാരണം ഇപ്പോഴും സുധീര ഭാര്യ തന്നെയല്ലേ. സോ എന്റെ ആവശ്യമില്ല, കാരണം ഭർത്താവിന്റെ പേര് എന്തിനാ മാറ്റി വെക്കുന്നത്? ഞാൻ വേറെ ആളെ കെട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാം, മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇവിടെ തുരുതുരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളെ കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രേണുസുധി കൊല്ലസുധിയുടെ തണലിലാണോ ജീവിക്കുന്നത്? അപ്പോൾ സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ആണെന്നായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അല്ല എന്നാണ് പറയുന്നത്. മരിച്ചുപോയ ഒരാളല്ലേ, പിന്നെ ആളുടെ തണലിൽ എങ്ങനെ ജീവിക്കാം? ഈ തണലിൽ ജീവിക്കുക എന്നുള്ളത് ഏത് രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം, നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗതി. ഇതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു വിധവ, ഒരു സ്ത്രീ എന്തൊക്കെയായാലും മാനസികമായിട്ട് അവരൊരു തണലിലായിരിക്കും. അവരുടെ ഒരു കെയർ, ആ സ്നേഹം ഇതൊക്കെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അടങ്ങി ഒതുങ്ങി ഉള്ളിലിരിക്കും. ഏത് സമയം കൊല്ലസുധി പിന്നെ ആലോചിച്ചിട്ടിരിക്കും, അല്ലെങ്കിൽ അഥവാ ജോലിക്ക് പോവുകയാണെങ്കിൽ കൊല്ലസുധീനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ, മര്യാദക്കുള്ള പെരുമാറ്റമായിരിക്കും ആയിരിക്കും സാധാരണ ഒരാളുടെ മനസ്സിൽ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒരു കാര്യം പറ്റേ, ഇവർ ഈ ആക്ടിങ് ഫീൽഡിലാണ്. ഈ ആക്ടിങ് ഫീൽഡിൽ പിടിച്ചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓഫറുകൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാവും. ഇഷ്ടം പോലെ ഇവിടെ നടിമാരും ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല പാടായിരിക്കും. പിന്നെ ഞാൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരെക്കുറിച്ച് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു കാര്യം ആണല്ലോ നമുക്ക് അറിയണത്. അല്ലാണ്ട് ഇവരെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അറിയുമോ എന്താ സംഭവം? അറിയില്ല. സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ മൊത്തം ഇവിടെ ചെയ്യുന്നത്. നമ്മൾ വർത്താനം പറയണം, നമ്മൾ ഇവരെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നു, ഇവരെക്കുറിച്ച് ഒരു ഇമേജും ഒക്കെ ഉണ്ടാവുന്നത്, നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഞാനൊരു കാര്യം പറയട്ടെ, കൊല്ലസുധി കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല രേണുസുധിക്ക് വേണ്ടിയിട്ട്. അത് കൊല്ലസുധിയെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഇവർ പല ഇൻ്റർവ്യൂവിലും പറയുന്നത് ഒന്നുമില്ലായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഒരു മാസം തള്ളി നിൽക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 10,000-20,000-30,000 രൂപ സാധാരണ ഒരു ലെവലിൽ വേണ്ടി വരും അല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ചിട്ടി കൂടുകയാണെങ്കിൽ ഒരു മാസം 2,000 രൂപയുടെ ചിട്ടിയാണ് വിചാരിക്കുക. ഇപ്പോൾ അരി വാങ്ങണം, പച്ചക്കറി വാങ്ങണം, സാധനങ്ങൾ വാങ്ങണം, ഡ്രസ്സ് വേണം, ഹോസ്പിറ്റൽ കേസാണ്, അങ്ങനെയൊക്കെ. ഇവരെ വീട്ടിലാരൊക്കെയുള്ളത്? ഇവർ ചെറിയ മകൻ കിച്ചു ഇപ്പോൾ കൊല്ലത്താണ്, അവിടെയാണ് താമസിച്ച് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അവന് ഫീസ്, അവൻ്റേതായ കാര്യങ്ങൾ കൊണ്ടുവരും, ചെറിയ മകന് കൊണ്ടുവരും. അതേപോലെ തന്നെ ഇവർ വ്യക്തിയല്ലേ, ഇവർക്ക് ഡ്രസ്സ് വാങ്ങണ്ടേ, സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, വീട്ടിലെ പച്ചക്കറി സാധനങ്ങൾ, അരി, ഇതൊക്കെ ആര് വാങ്ങിക്കൊടുക്കും? ഇതൊക്കെ വേണ്ടേ? അതേപോലെ തന്നെ ഇവരുടെ അച്ഛനും അമ്മയുണ്ട് പറഞ്ഞു, എന്താ അപ്പന് വയ്യാന്ന് പറഞ്ഞായിരുന്നു, എന്തോ ഹാർട്ടിന് എന്തോ പ്രശ്നമായിട്ട് എന്തോ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും മെഡിസിൻ വേണ്ടേ, അവർക്ക് അസുഖത്തിനും മരുന്ന് വേണ്ടേ, കുഴമ്പ് സംഗതികൾ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരൂലേ? കല്യാണങ്ങൾ എവിടെ നടക്കണ്ടാവില്ലേ, പോകണ്ടേ? നമ്മൾ സാധാരണ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു 500 രൂപയ്ക്ക് 500 രൂപ വിൽക്കൂലേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കൂലേ? ട്രാവൽ ചെയ്യണ്ടേ? ബിരിക്ക് അത്യാവശ്യം ഇവർ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ആളുള്ള ചേച്ചിയുടെ ഭർത്താവാണ് പറഞ്ഞു, ഇവർക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത് താമസിക്കുകയാണ് പറഞ്ഞു, വാടകയ്ക്ക് മാസം 5,000 രൂപ വാടകയ്ക്ക് വേണ്ടിയിട്ട്. ഇവർക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകണ്ടേ? ഇവർ വീട്ടിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യണ്ടേ? നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബിരിയാണിയോ ചിക്കനോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും വെക്കൂലേ? വേണ്ട. പച്ചക്കറിയുടെ വില എന്താ ഇപ്പോൾ? 1 കിലോ വെണ്ടയ്ക്കൊക്കെ എന്താ വില?
അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് അറിയാവുന്നത് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിങ് ഫീൽഡിൽ ആൽബം ഇതൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഈ ആൽബം സംഗതികളൊക്കെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയിറക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നേതി ഇവർ ചെയ്ത് എല്ലാത്തിനും ആയിരിക്കുന്നില്ല, ഞാൻ ഇതുവരെയുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അല്ല കേസ് എന്നെ തെറി വിളിക്കരുത്, നിങ്ങളൊരു അഭിപ്രായം പറയും കേട്ടോ. ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്റെ താലി കെട്ടിയ ഒരാളേ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. പല ആരോപണങ്ങളും വരും, 10 കെട്ടുമെന്നും 5 കെട്ടുമെന്നും 10, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അങ്ങനെ പബ്ലിക്കാക്കേണ്ട കാര്യമില്ല. പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക് ആക്കേണ്ട കാര്യമില്ല എന്ന് ഭയങ്കര ബോൾഡായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ ചിലവരൊക്കെ വീഡിയോയിൽ പറയുന്ന കിട്ടും ബിഗ് ബോസ് സമയം ആയതുകൊണ്ടാണ് ഇത്ര ബോൾഡായിട്ട് അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ ആടിയിട്ടൊക്കെ സംസാരിക്കണമെന്ന്. ഒരു കാര്യം പെട്ടെന്ന് ഓരോരുത്തരും ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകണതെന്നൊന്നും എന്തൊക്കെ അനുഭവിച്ചൊന്നും നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ രേണുസുധിയുടെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് അവരിന്ന് എത്തിക്കണ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്, ഇന്നത്തെ ഒരു വ്യക്തിയായി തീർന്നിട്ടുള്ളത് അല്ലേ. ഇന്നത്തെ ലെവലിലെത്തി പറഞ്ഞാൽ വലിയ സംഭവമായി നല്ല പറഞ്ഞു വരണത്. ഇന്നത്തെ ഒരു വ്യക്തിയായി തീർന്നത് വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള അവരുടെ മൊത്തത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും അവരുടെ മാനസികമായതും ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കാം. അവർ കാണിക്കുന്ന ആംഗ്യങ്ങളായിക്കോട്ടെ, അവർ ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്ന രീതി ആയിക്കോട്ടെ ഒക്കെ. അല്ലാണ്ട് ഇവർ കരഞ്ഞ് തളർന്നിട്ട് ഇങ്ങനെ ഇരിക്കും, സങ്കടപ്പെട്ടിരിക്കും. കൊല്ലസുദ്ധി എന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് സങ്കടപ്പെടും, ഓർമ്മകൾ വരും. ഇതൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഡെയിലി ലൈഫ് കടന്നു പോകണ്ടേ? അപ്പോൾ അത് ഇവർ അങ്ങനെ സംസാരിക്കണോ എന്താ പ്രശ്നം? പിന്നെ എത്രയും നെഗറ്റീവ് കേട്ടിട്ട് കല്ല് പോലെ ആയിട്ടുണ്ടാവും മനസ്സ്. അല്ലാണ്ട് സോഫ്റ്റ് ഇമോഷൻസ് പെട്ടെന്ന് മുഖത്ത് വരണം എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പച്ചയ്ക്ക് തന്തയ്ക്ക് തള്ളിക്കും പച്ച തെറി വിളിക്കണ കമൻറ്റുകളുണ്ട് ഇല്ലേ? നിങ്ങൾ നോക്കി നോക്കി രേണുസുധിയുടെ വീഡിയോന് താഴെ. അപ്പോൾ ഇവരങ്ങനെ ആയി മാറിയിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും ഇവരെ സഹായിക്കാനുണ്ടോ? ഒന്നുമില്ല. ഇപ്പം ആരും സഹായിക്കാനില്ല. ഇവർ തന്നെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ തെറികൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സ് കല്ലാവൂലേ? അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കണ മാതിരി റെസ്പോണ്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ ചുണ്ട് കുറിപ്പിച്ച് അഹങ്കാരമായി, അല്ല ഇങ്ങനെ കിട്ടങ്ങ് അഹങ്കാരമായി, എന്താ നെകളിപ്പ് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഇതിനൊന്നും വലിയ കാര്യമില്ല. നമ്മൾ മുണ്ടാണ്ടിരുന്നാലും മുണ്ടിയാലും ചുണ്ട് ഇങ്ങടാക്കിയാലും ചിരിച്ചാലും അഹാഹാന്ന് ചിരിച്ചാലും ഇത് കരഞ്ഞാലും ഒക്കെ ആൾക്കാർ ആക്ടിങ്ങാന്ന് പറയും, കള്ളത്തരം കാണിക്കാന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് പറയും, അങ്ങനെ ദുരിതം അനുഭവിക്കണം എന്ന് പറയും ഒക്കെ ഉണ്ട്. അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ സംസാരിക്കേണ്ടാവും. അത് നമുക്ക് അഹങ്കാരമാണെന്നോ അല്ലാന്നോ തോന്നിയാലും ഇല്ലെങ്കിലും ഒരു ചുക്കുമണ്ണാക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ജീവിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്, അത് അറിയാവുന്നതാണ്. അത് ആണായാലും പെണ്ണായാലും ആരായാലും. പിന്നെ ഇവർ പറയണ്ടല്ലോ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ പബ്ലിക് ആക്കേണ്ട കാര്യമില്ല. അത് അവരുടെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ അതുലിൻ്റെയൊക്കെ വ്ളോഗിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതുൽ രേണുസുധിത്തിന് മറുപടി പറയണമെന്ന്. പിന്നെ അതിൽ പോയിട്ട് കൊച്ചാണ് എന്നാൽ ഓൻ പോയി ചോദിക്കും, പിന്നാലെ അടക്ക് രേണുസുധി മറുപടി പറഞ്ഞിട്ട് അതുലാരാണ്? പലരും ഇങ്ങനെ പറഞ്ഞു രേണുസുധിന് മറുപടി പറയണം, ഈ വിവാദത്തിന് മറുപടി പറയണം, ഇത് എന്തുകൊണ്ടത് അങ്ങനെയാണ്, എന്തിന് മറുപടി പറയണം, എന്തിന്? അത് ശരി, അവരൊരു 2 മക്കളെയും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ആവശ്യമുണ്ട് തോന്നുമ്പോൾ അവർ പറഞ്ഞോളും. ഒരാൾക്ക് ഒരു കാര്യം പറയാനുള്ള അവകാശം പോലെ തന്നെയാണ് പറയാതിരിക്കാനുള്ളത് അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആൽബത്തിനൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്, കുറേ കഴിച്ചിട്ടുണ്ട്. ആൽബത്തിൽ ഇപ്പൊ എത്ര കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ആൽബത്തിൽ കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് എന്താ പറയുന്നത്? ഇത് സദാചാരം കലർന്ന ഒരു ചോദ്യമല്ലേ? ആൽബത്തിൽ കല്യാണം കഴിച്ചില്ലെന്ന് അതിനിപ്പോൾ എന്താ വേണ്ട? ആൽബത്തിൽ ഇവിടെ പല സിനിമകളിൽ ഇത് ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട്, എന്നിട്ടും പ്രശ്നമില്ല. സണ്ണി ചേച്ചീനെ ഇഷ്ടപ്പെടുന്ന തലമുറ കേരള സമൂഹമാണ് രേണുസുധിനെ കുറ്റപ്പെടുത്തുന്നത്. എന്താ ഐറണിയാണ് നോക്ക്. ഒളിച്ചോട്ടം തേപ്പ് ഇതൊക്കെ തന്നെയാണ് ആൽബം. തീർച്ചയായിട്ടും നല്ല സാറ്റിസ്ഫാക്ഷൻ. തിരക്കെന്ന് പറഞ്ഞാൽ ചേട്ടാ അത്യാവശ്യം തിരക്ക്, ജീവിക്കാനുള്ള തിരക്ക്, അത്രേ ഉള്ളൂ. ആൽബം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൽബം എന്ന് പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ് ആൽബത്തിൽ അഭിനയിക്കുക. ആൽബം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഒരു ഡ്രീമാണ് ആൽബം എന്നൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ. കാരണം നമ്മൾ മിസ്റ്റും ഡ്യൂ ഡ്രോപ്സും ഒക്കെ ഉള്ള ആ ഒരു 90 കിഡ്സിന്റെ ആ ഒരു കാലമാണ് നമുക്ക് എനിക്ക് ഓർമ്മ. അപ്പം ആ സമയത്തൊക്കെ ഈ ആൽബം
സുന്ദരിയവ ആ പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലയടിച്ചു. അപ്പൊ അവരെ നമ്മൾ എപ്പോഴും ഓർക്കും. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ നല്ല ഹിറ്റ് 4 ആൽബം അഭിനയിച്ചത് 4 ഹിറ്റായി. അത് വരുമ്പോ ഞങ്ങളെ ഓർക്കും, എന്നെ ഓർക്കട്ടെ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ വീട്ടിൽ ഇരിക്കാത്തതുകൊണ്ട്, കെട്ടിയോ മരിച്ചിട്ട് വീട്ടിൽ ഇരിക്കണം എന്നുള്ള കുറെ ടിപ്പിക്കൽ കുറെ അളിഞ്ഞ കുറെ മലയാളികളുടെ കണ്ടെത്തലുകൾ കൊണ്ടാണ് നെഗറ്റീവ്. പക്ഷെ നല്ല മലയാളീസ് ഉണ്ട് കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രേണു, വീട്ടിൽ ഇരിക്കേണ്ട രേണു, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മലയാളീസും ഉണ്ട്. അവരുടെ സപ്പോർട്ട് മാത്രം മതി, നെഗറ്റീവുകളുടെ ആരും മൈൻഡ് ചെയ്യാൻ. അതിജീവനത്തിന്റെ പാതയിലൂടെ ജോലിയാണെന്ന് ഞാൻ കാണുന്നത്. അല്ലായിരുന്നു ചേട്ടൻ ആദ്യം തൊട്ടേ കാണുന്നത്. അതായത് ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ സുധിച്ചേട്ടനുള്ള സമയത്ത് ഞങ്ങളുടെ ഒരു പ്രശ്നം ലോക്ക്ഡൌൺ ടൈമിൽ, ഇപ്പൊ എത്ര വർഷമായി, ലോക്ക്ഡൌൺ ടൈമിൽ ഒരു എന്താ പറയാ, എല്ലാ സമൂഹം മുഴുവൻ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയ ഒരു പ്രശ്നം വന്നായിരുന്നു. സോ അന്ന് തൊട്ട് കൂടെയുള്ള ചേട്ടനാണ് ചേട്ടൻ. അതുകൊണ്ട് എന്നെ നേരത്തെ തൊട്ട് ചേട്ടൻ അറിയാവുന്നതാണ്. അല്ല, ഒരുപാട് മാറി. നല്ല കുടുംബിനിയായ നല്ല കുടുംബമക്കളെ ഇപ്പൊ എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്കാണ്, ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നങ്ങൾ എന്നെ വെച്ചിട്ട്. അവർക്ക് പ്രശ്നം ഞാൻ നന്നായി കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്. വേറൊന്നുമല്ല, യൂട്യൂബ് നോക്കിയ ഇവള്, ഫേസ്ബുക്ക് നോക്കിയ ഇവള്, ഇൻസ്റ്റാഗ്രാം നോക്കിയ ആർക്കാണെങ്കിലും കണിക്കൂടെ ഉണ്ടാവില്ല. കാരണം ഇവളുമാരൊക്കെ തലകുത്തി നിന്നിട്ട് ഒന്നും ആവുന്നില്ല, ആരുമായിട്ട് തിരിച്ചറിയുന്നില്ല. സോ ഇവളുമാരുടെ കണ്ണിക്കളി, അത്ര ഞാൻ പറയുന്നില്ല. രേണുസുധിക്ക് കാര്യമായിട്ട് ആക്രമണി വരെയുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞില്ല, കണ്ണുകടി കൊണ്ടാണ് പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഇങ്ങനെ കുറ്റം പറയണത്, നെഗറ്റീവ് കമൻറ്റ് ഇടരുത് ഇതൊക്കെ പറയില്ലേ. ഇനി ഇവർ കൂട്ടത്തോടൊരു ഇളക്കം ഉണ്ടായിരിക്കും. ഞാൻ ആർക്കും എതിരോ ആരും സപ്പോർട്ട് ചെയ്യും അങ്ങനെയല്ല കേട്ടോ. ഇവർ ലോജിക്കലി കറക്റ്റാണ് ഇവർ പറയണത്, അല്ലേ? ലോജിക്കലി കറക്റ്റ് അല്ലേ ഭൂരിഭാഗം കാര്യങ്ങളും? നമ്മൾ ഈ ഇമോഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കാര്യത്തിൽ കേൾക്കുമ്പോഴേക്ക് അങ്ങനെയാണല്ലേ എന്ന് കൊടുക്കണതിന് പകരം ഒന്ന് കൂളായിട്ട് ശാന്തമായിട്ടൊക്കെ കേട്ടോക്കെ, അങ്ങനെയാണല്ലേ, ആവാലോ. എന്നിട്ട് രേണുസുധിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കേ, ആലോചിച്ചോക്കെ. നിങ്ങൾ ഈ ഫീൽഡിലാണ്, ആക്ടിങ് ഫീൽഡിലാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് കുറേ കാര്യങ്ങളുടെ ലോജിക്ക് ഗുട്ടൻസ് നമുക്ക് പിടികിട്ടും. ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ ഒരു യൂണിയൻ അതായത് അടുത്ത കാലത്ത് ചുരുങ്ങിയ കാലയളവ് ഇത്രയും പബ്ലിസിറ്റി ആരാധകരായ എല്ലാവരും. പക്ഷെ പ്രതിഫലം കിട്ടണം. പ്രതിഫലം എന്റെ വീട് നോക്കാനുള്ള പ്രതിഫലം എനിക്ക് കിട്ടും, അല്ലാതെ ഓവറായിട്ടൊന്നും പ്രതിഫലം ഞാൻ മേടിക്കുന്നുമില്ല. നമ്മൾ തുടക്കക്കാരല്ലേ ചേട്ടാ, നമ്മൾ അത്ര കഴുത്തറപ്പൻ പേയ്മെന്റ് ഒന്നും നമ്മൾ മേടിച്ചിട്ടുമില്ല. ഈ വീട്ടില് വീട് ഫ്ലവേഴ്സും പിന്നെ കേരള അവര് വെച്ച് നോക്കുകയാണ്. ആ വീട്ടില് സഹോദരിയും അച്ഛനും അമ്മ സഹോദര ഭർത്താവൊക്കെയാണ് ആരോപണമാണ് ഈ വീട്ടില്. അതായത് ഇവരുടെ വീട്ടില് ഇവരുടെ സഹോദരിയും ഭർത്താവും എല്ലാവരും കൂടിയാണ് താമസിക്കുന്നത്. അതെന്താണ് അങ്ങനെ? വേറൊരാൾ വെച്ച് കൊടുത്ത വീടല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് മക്കൾക്ക് കൊടുത്ത വീടാണ്. രേണുസുധിയുടെ അച്ഛനും അമ്മയും ഒരു ചെറിയ മകനുമാണ് ഇവിടെ താമസം. വലിയ മകൻ കൊല്ലത്താണ്, കിച്ചു RD അല്ലേ? അവന് യൂട്യൂബ് ചാനലിൽ കിച്ചു RD എല്ലാവരും കാണുക കേട്ടോ, കിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വരുമ്പോൾ രേണുസുധിക്ക് സഹായിക്കാൻ വേണ്ടി ഓടി വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ രേണുസുധിയുടെ ചേച്ചിയുടെ ഭർത്താവും 5000 രൂപ മാസം വാടക കൊടുത്ത് വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട്, വാടക വീട്ടിൽ എന്ന് പറയുന്നുണ്ട്. സുധിയുടെ 2 മക്കൾക്കും വെച്ചു കൊടുത്ത വീട്ടില് ഞാൻ താമസിക്കുന്നുണ്ട്. അവരുടെ അമ്മയായതുകൊണ്ട് ഞാനിങ്ങനെ ജോലിക്കും കാര്യങ്ങൾക്കും പോകുന്നതുകൊണ്ട് എൻ്റെ ഇളയ കുഞ്ഞിനെ, മൂത്ത കുഞ്ഞ് അവൻ വലിയ കുട്ടിയാണ്, 20 വയസ്സുണ്ട്. അവൻ കൊല്ലത്താണ് പഠിക്കുന്നത്, താമസിക്കുന്നത് എല്ലാവർക്കും അറിയാം. അവൻ അവധിക്ക് ഇവിടെ വരുന്ന കാര്യം അറിയാം. ഇളയ കൊച്ച് 5 വയസ്സുള്ളൊരു കൊച്ചിനെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും ഇവിടെ അവരെ നോക്കി ജീവിക്കുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിള്ളേരും ഈ വീട്ടിലല്ല താമസം. അവർ തൊട്ട് പുറകിലൊരു വാടക വീടുണ്ട്. അവിടെ ഞങ്ങൾ ഒറ്റപ്പെട്ടത് കൊണ്ട് അവരവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓടി വരാൻ അവരെ മാത്രമേ ഉള്ളൂ. എൻ്റെ ചേച്ചിയും ഹസ്ബൻഡേ ഉള്ളൂ. അപ്പം സൂചേട്ടൻ മരിച്ചുപോയി. അപ്പൊ അതിന് വേണ്ടിയിട്ട്, ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്കുള്ള സഹായത്തിന് വേണ്ടി തൊട്ടു പുറകിലൊരു, ഈ സുധി ലയത്തിന്റെ തൊട്ടു പുറകിലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് പറഞ്ഞപ്പോഴാണ് ഇതിലിങ്ങനെ പറഞ്ഞില്ല, ആ ബാഗിന്റെ വിഷയമല്ലേ, ബാഗ് വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തോ ബാഗ് വാങ്ങാൻ പൈസ എടുത്ത് വെച്ചോടെ, ഇത്രയും പൈസ വാങ്ങണ്ടല്ലോ എന്നൊക്കെ അതിനുള്ള ഒരു മറുപടി ഇവിടെ തന്നെ പറയുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഇത്രയും ഈ ചേച്ചിയുടെ കുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും വാങ്ങണ്ടേ? അങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിൽ അങ്ങനെയല്ലേ? എൻ്റെ കുടുംബത്തിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനൊക്കെ പൈസ കൊണ്ടുവരും. എങ്ങനെ പോയാലും ഒരു 2000-2500 രൂപ കൊണ്ടുവരൂലേ? ഇപ്പോൾ 3 കുട്ടികളുണ്ട് വിചാരിക്കുക, ഡ്രസ്സ് വാങ്ങണ്ടേ, പുസ്തകങ്ങൾ വാങ്ങണ്ടേ, എല്ലാം വാങ്ങണ്ടേ, 10,000 രൂപ വിചാരിക്കുക. അപ്പോൾ ഇത്
ഈ 3000 ഉറുപ്പ്യ കയ്യിലില്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് 2 ദിവസം മുമ്പ് ഒരു 10,000 ഉറുപ്പ്യ കൂടെ കയ്യിലുണ്ടെങ്കിൽ അത് വല്ല കുറിയോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ പോയിട്ടുണ്ടാവും. ഈ 3000 ഉറുപ്പ്യ ആ സമയത്ത് ഉണ്ടാവണമെന്നില്ല. ഇവർക്ക് വലിയ സേവിങ്സ് ഒന്നുമില്ല. അങ്ങനെ ആലോചിച്ചൂടെ? നമ്മളൊരു കുടുംബത്തിൽ വെറുതെ കുറ്റം പറയാൻ വേണ്ടി നമ്മൾ രേണുസുതിനെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കയ്യിൽ കാശില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണമെന്നൊക്കെ എന്താ അതിൻ്റെ കാര്യം? ഇങ്ങനെ വീട്ടിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ്, നിങ്ങളൊരു കാര്യം ആലോചിക്കും. നമുക്കിത് കിട്ടണതുകൊണ്ട് 100 ചിലവുണ്ടായിരിക്കും, ഇഷ്ടംപോലെ ചിലവുണ്ടായിരിക്കും അല്ലേ? നമുക്കൊരു അത്യാവശ്യം ചിലപ്പോൾ 100 രൂപ നമുക്ക് എടുക്കാണ്ടാവില്ല. അങ്ങനെ അവസ്ഥ വരൂലേ? എൻ്റെ കുടുംബത്തിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റിച്ച് ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളോട് പറയുന്നത്, ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ നമുക്ക് ദേഷ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ലോജിക്ക് മാത്രം നോക്കണത്. ഞാൻ ഈ സാധനത്തിനൊന്നും ഇമോഷണലി എടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യം അത്ര മാത്രമേ തീർക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്തിനിപ്പോൾ രേണുസുതിയുടെ ലൈഫ്, നിങ്ങളുടെ ലൈഫ്, ഞാൻ എൻ്റെ ലൈഫ്, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ വന്ന് കാണാൻ പറഞ്ഞു. ഈ തണല് അടിക്കുന്ന കുറെ 5000 രൂപ വാടക കൊടുത്താണ് അവർ താമസിക്കുന്നത്. ഈ തണലടിക്കുന്ന കുറെ ദൂരദോഷം അവരോട് എന്താ പറയുക? പിന്നെ കമന്റ് അടിക്കുന്ന കുറെ ചെറ്റകളെന്ന് ഞാൻ അങ്ങനെ തന്നെ പറയാം. കാരണം എന്നെ പറയുന്നൊരു കഴിയും കണക്കില്ല. പക്ഷെ ഞാൻ ഇവരെല്ലാം എന്റെ പുണ്യവതികളെന്ന് പറയണോ? എന്റെ ആവശ്യമൊന്നുമില്ല. കടന്നൽ കൂട്ടുള്ള ഉറപ്പാ എനിക്കാ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ രേണുസുതി ഇതുവരെ ഇമാതിരി ചെറ്റ വർത്താനം പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെറ്റകൾ എന്ന് പറയുന്നുണ്ട്, ഡയറക്റ്റായിട്ട് ചെറ്റകൾ എന്ന് പറയും. അവന് എല്ലാവരും കൂടി ഇപ്പോൾ ചെറ്റകൾ നമ്മൾ ചൂലടി ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ഇറങ്ങണ്ടാവും തോന്നുന്നു. എന്താ ചെയ്യാ? കമന്റ് ഇടുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല. ഈ നിങ്ങളുടെ ഓരോ കമന്റുകളുമാണ് എനിക്ക് ഓരോ പൂമാലകളാണ്. ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചെറ്റ കമന്റുകൾ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. എന്താണ് ഗൈസിന്റെ അഭിപ്രായം? രേണുസുതി ബിഗ് ബോസിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം. കാരണം മുപ്പത്തിയുടെ ബോഡി ലാംഗ്വേജിൽ, മുപ്പത്തിയുടെ സംസാരിക്കുന്ന രീതിയിൽ, മുപ്പത്തിയുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ആ ഒരു സംഗതി തോന്നുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഒരു ഓഗസ്റ്റ് തുടങ്ങല്ലേ, നമുക്ക് കാണാം. എന്തായാലും രേണുസുതി ലൈം ലൈനിലേക്ക് നിന്നുകൊണ്ടിരിക്കണം. നല്ല മാർക്കറ്റാണ് അവർക്ക്. രേണുസുതി ചർച്ച വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അവരുടെ വിജയം. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആൽബംസും അതേപോലെ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഇൻ്റർവ്യൂസ്, ബിഗ് ബോസ് ഒക്കെ കിട്ടും. എന്തായാലും രേണുസുതിക്ക് ഇനി സങ്കടപ്പെടേണ്ടി വരില്ല. സാമ്പത്തികമായി ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടായിരിക്കും. ജീവിതത്തിൽ കാശുണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കി അനുഭവങ്ങളോട് ഇതൊക്കെ വരും. പിന്നെ ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കാത്തൊരു സംഗതി. എന്തായാലും രേണുസുതിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തീരും എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് അങ്ങനെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ റിസൾട്ട് ഇവർ അനുഭവിക്കേണ്ടായിരിക്കും ജീവിതത്തിൽ അല്ലേ? പലരും ഉണ്ട് ഒരു സമയത്ത് വല്ലാണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കും എന്നൊക്കെ. ഇതിലൊരു കമൻറ്റുകൾ നമ്മൾ വായിച്ചില്ല അല്ലേ? അത് നോക്കട്ടോ, രസമാണത്. രസമാണെന്നല്ല, 19 കമൻ്റ് ഉണ്ട്. അതിൽ ചിലതൊക്കെ നോക്കട്ടെ. അഹങ്കാരി, രേണു താഴെ ഇറങ്ങാൻ പോകുന്ന ടൈം വരാനിരിക്കുന്നേ ഉള്ളൂ, അന്നും കാണുന്ന മുഖത്തിൽ പുച്ചച്ചിരി. ഇത് പുച്ചച്ചിരിയാണെന്ന് എങ്ങനെ മനസ്സിലായത്? മുഖം മുഴുവൻ, സംസാരം മുഴുവൻ അഹങ്കാരം എന്ന്. അതെ, യെസ്, എന്തോ ആണെന്ന് ഭാവം അവൾക്ക്. ഇത്ര തിരക്ക് പിടിച്ച ആൽബം സോങ്ങിൽ ആടി നടന്നിട്ടും മക്കൾക്ക് ബാഗ് വാങ്ങാൻ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞ് പിരിക്കാൻ വന്നില്ല. അതെന്തിനായിരുന്നു? അതിനുള്ള മറുപടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു. എന്തായിരിക്കാം എന്ന് പറഞ്ഞല്ലേ. ഇവൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഒക്കെ പെണ്ണുകൾ കേട്ടോ അവർ ഇതറിയ. ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ നടക്കണവർ പറഞ്ഞാൽ മതി ഇത്. ഈ ഇൻ്റർവ്യൂ കാണാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്യാനും ആൾക്കാരുള്ളത്. ഇവൾ സംസാരിക്കുമ്പോൾ കണ്ടില്ലേ ഇരുന്ന് ആടുന്നു. ഇത് ഒന്നുകിൽ അഹങ്കാരം അല്ലെങ്കിൽ മാനസിക രോഗം. ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. ഇത് മുഴുവൻ അഹങ്കാരം മൂത്തുന്ന മറുപടികളാണ്. ദിസ് ഇസ് നോട്ട് ബോൾഡ്നെസ്, ദിസ് ഇസ് അറോഗൻസ് എന്നൊക്കെ. ഈ ഉത്തരങ്ങൾ അറോഗൻ്റ് ആകാതെയും പറയാം. അറഗൻ്റ് ആകാതെയും പറയാം. അവരുടെ രീതിക്ക് പറയണു. അവളുടെ അഹംഭാവം, ആരെയും അനുസരിക്കാത്ത ആളുകളാണ് ആടി കാലുകളാട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് സംഭവം? തൊട്ടടുത്ത വീട്ടിലാണ് എന്തിനടി അവർക്ക് പുസ്തകവും ബുക്കും വാങ്ങുന്നത്. നീ അനുഭവിക്കോടി അഹങ്കാര വർത്തനത്തിന്. വിൻസി ഷാജി. ഒരു കുടുംബമാകുമ്പോൾ അങ്ങനെയാണ് അവള് കരഞ്ഞ് തീർക്ക് എന്നൊക്കെ. പ്രവീള പിയർ നേരെ ഓപ്പോസിറ്റ് കമൻറ്റ് ചെയ്തത്. ഒരു നിമിഷം മതി എല്ലാ തീരാൻ. കണ്ടില്ലേ അഹമ്മദാബാദ്, പെഹൽഗം, വയനാട് കൊറോണയായി. ഇങ്ങനെ പറയുന്നത് ചേച്ചി സജിത AR. എൻ്റെ താഴെ എല്ലാവർക്കും പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇവരുടെ പുറകെ എന്തിനാണ് ആൾക്കാർ ചോദ്യം ചെയ്ത് നടക്കുന്നത്? അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നാട്ടുകാരല്ലല്ലോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ പോയിന്റ്. ട്രൂ. അതെ പ്രമീള പിയർ സിന്ധു അല്ലേ? സിന്ധുവിൻ്റെ എന്തോടെ പേര്, രേണുസുതിയുടെ ഭയങ്കര ഫാനാണ് തോന്നണം. എന്തോ വലിയ സംഭവമാണെന്ന വിചാരം. ഒരു പറി അല്ല നീ. അയ്യോ, കറക്റ്റ് എന്ന് ഇവിടെ നിന്ന് കമൻ്റ് ആട്ടോ, ഞാൻ പറഞ്ഞതല്ല. രേണുസുതി അഭിനന്ദിക്കുന്നു. ഭർത്താവിന് മരണശേഷം ധൈര്യമായി ജീവിതത്തിലേക്ക് മടങ്ങുന്നു, ധൈര്യമായി മുന്നോട്ട് പോവുക. അതിൻ്റെ താഴെ ഓപ്പോസിറ്റ് ഉണ്ട്. പിന്നെ അവളെ അഭിനന്ദിക്കാൻ വന്നിരിക്കുന്നത്, കോപ്പിയിരിക്കുന്നത് അഹങ്കാരി. ഇതൊക്കെ
ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ, അല്ലാതെ ആരും ഭർത്താവ് മരിച്ച കൂടെ പെട്ടി കയറി കിടക്കുകയല്ല ചെയ്യുന്നത്. രേഷു 1996 മറുപടി. ഇതിൻ്റെയൊക്കെ താഴേക്ക് പോയിട്ടേ ഈ കമൻറ്റുകളെ താഴെ വിട്ടത് കമൻറ്റ് ചെയ്താണ്ടല്ലോ ഇവർ കൂട്ടത്തോടെ ആക്രമിക്കും. ഇപ്പോൾ ഒരാൾ സീരിയസ് ആയിട്ട് ഒരു കമൻറ്റ് ഒരു 5-6 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് വിചാരിക്കും, അതിൻ്റെ താഴെ വിട്ട് അതിന് എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടല്ലോ കൂട്ടത്തോടെ ആക്രമിക്കും. ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയാലോ ഗൈസ്, ഏതൊരു കമൻറ്റ്. എന്തിനു നാട്ടുകാരൊക്കെ ഇവരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇയാളുടെ ഭാര്യ ആരുടെ പേരാണ് വിൽക്കുന്നത്? കെട്ടിയോൻ്റെ അല്ലേ? അത് തന്നെ രേണുവും ചെയ്യുന്നു. നല്ല ചോദ്യം ചോദിക്കും, ബോധമില്ലാത്തവരെ പോലെ സംസാരിക്കരുത്. ഇത് ഡേസി രേണു ഇവളോട് ആരും ഒന്നും ചോദിക്കാതിരിക്കുക, അവളെ ഇത് നല്ല മറുപടി പ്രതീക്ഷിക്കേണ്ടത്. എന്തിനാണ് നാട്ടുകാർ ഇവരോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട്? നല്ല മലയാളികൾ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അയ്യോ, ഇപ്പം ഞാനൊക്കെ ചീത്ത മലയാളിയാണ് മോളെ, നിൻ്റെ മനോഭാവം ഉള്ളവർ മാത്രം നിന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ ചെറ്റിയോട് ഇൻ്റർവ്യൂ ചെയ്യാനത്രേ. പലരും അവരെ കുറ്റം പറയുന്നത് കേട്ടു. ആ സ്ത്രീ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ആർക്കാണ് ഇത്രയ്ക്ക് വിഷമം? അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നേരം അവർക്ക് ചിലവിന് കൊടുക്കുക. ആരെ ആയാലും വാക്കുകൾ കൊണ്ടും മറ്റും ഉപദ്രവിക്കാതിരിക്കുക. രേണു വെരി ഗുഡ്, നല്ല മറുപടി, ഇങ്ങനെ തന്നെ വേണം മോളെ, ഐ ലവ് യു. ഇതൊക്കെ കുറച്ചുകൂടി പൊളൈറ്റായി സംസാരിച്ചു കൂടെ? ഇതൊരു സദാചാരമാണ്, പൊളൈറ്റായിട്ട് റിപ്ലൈ ചെയ്യുക. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവൾ മഹാ അഹങ്കാരിയാണെന്ന്. ഇവളുടെ മോന്തയുടെ എക്സ്പ്രഷൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് കണ്ടിരിക്കാം. ജലജ ശൈലേഷ് എന്താ ചെയ്യുക? ഇതൊരു തരം കൃമികടിയാണ് ഇവർ ഇങ്ങനെ പറയണത്. അവൾ അങ്ങനെ പെരുമാറി, അങ്ങനെ ഇത് മതി, മോന്തയുടെ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മോന്ത വെച്ചുകൊടുക്കിൻ, പൊടി പുല്ലി നാറി എന്നൊക്കെ കമൻറ്റ്. എന്താ ചെയ്യുക ഗൈസ്, ഇതൊരു കാര്യമില്ല. അപ്പോൾ ഗൈസ് എന്താണ് നിങ്ങൾക്ക് തോന്നണത്? രേണു സുധീനെ ബിഗ് ബോസിൽ കാണാമെന്ന് കാത്തിരിക്കുന്ന ഗൈസ്. കുറച്ച് കച്ചറകൾ അവിടെ കാണാം. എന്തായാലും കഴിഞ്ഞ കൊല്ലം ജാസ്മിൻ ജാഫർ ഉണ്ടാക്കിയ ഓളത്തിനേക്കാൾ വലുതായിരിക്കും ഈ കൊല്ലം രേണു സുധി ഉണ്ടാക്കുന്ന ഓളം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അല്ലേ, നിങ്ങൾ ഇതിൻ്റെ പേരിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ അവരെ അടിപിടി ആവരുത്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു അഭിപ്രായം അപ്പുറത്തുനിന്ന് ഒരാൾ പറയണമെന്ന് വിചാരിച്ചാൽ നമ്മളതിനെ പല്ല് നഖം ഉപയോഗിച്ചിട്ട് എതിർക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ഇങ്ങനെയുള്ള ഇങ്ങനെ രീതിയിലും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയോ മതി അല്ലേ? ഇതിലിപ്പോൾ വേറെ ആൾക്കൊരു ഉപദ്രവമൊന്നും ഉണ്ടാവണില്ലല്ലോ, അവരവരതേ ജീവിക്കണം, അത്രയേ ഉള്ളൂ. ഒരു കാര്യം അയച്ചോക്കെ, ഇപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ കാര്യമായിട്ട് ഒന്നും എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് എൻ്റെ കഴിവുകേടായിട്ട് ഞാൻ എടുക്കുക. ഇവിടെ കൊല്ലം സുധി കഴിവിട്ടവനാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് കുട്ടികളെ നോക്കാനും കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാനും ഒക്കെ കഷ്ടപ്പാട് അനുഭവിക്കണ്ടാവില്ലേ? എന്നാൽ ആലോചിച്ച് നോക്കിൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവസ്ഥ വന്നാലോ? അയ്യോ അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാലോ? അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെയും കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഇക്കണക്കിന് രേണുസുധിക്ക് ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്തൊക്കെ പറയും? അതെന്താ അവർക്ക് പ്രണയിക്കാനും അവർക്ക് വേറെ കല്യാണം കഴിക്കാനും അങ്ങനെ അവർക്ക് അതിനുള്ള അവകാശമില്ലേ? ഒരു മനുഷ്യനുള്ള അവകാശങ്ങൾ അവർക്കും ഇല്ലേ? എന്തിനിപ്പോൾ നാട്ടുകാർ ഈ ലെൻസും കൈ പിടിച്ചിട്ടുള്ള എന്താ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടെങ്കിൽ ഇരിക്കേണ്ട കാര്യം എന്താ? അവരവരെ വൈക്കൂടുക. പക്ഷേ ഇവർ ഇപ്പോൾ എന്തായാലും ഒരു പബ്ലിക് സ്പേസിലുള്ളതാണ്, എന്ത് ചെയ്താലും ആളുകൾ ശ്രദ്ധിക്കും. ഇവരെ പ്രൈവസി നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ശരി, വേറെ വീഡിയോയിൽ വേറെ ഇഷ്യൂമായിട്ട് നമുക്ക് വരാം.